ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാർക്കറ്റിൻ്റെ കറണ്ട് ട്രെൻഡിനെ പറ്റിയിട്ടാണ്. ഏത് ടൈപ്പിലുള്ള സ്റ്റോക്കുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൊമെൻറ്റത്തിൽ നിൽക്കുന്നതെന്നും ആ ഒരു ടൈപ്പ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ബിസിനസ് മോഡലുള്ള സ്റ്റോക്കുകൾ എപ്പോൾ ടോപ്പ് ഔട്ട് ആവും, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിവേ, വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ആദ്യം നമുക്ക് ഇൻഡെക്സിൻ്റെ ടെക്നിക്കൽസ് നോക്കിക്കൊണ്ട് തന്നെ എന്നത്തെയും പോലെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇൻഡെക്സിൻ്റെ ടെക്നിക്കൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 ഇന്നൊരു ഹാമർ കൈൻഡ് പാറ്റേൺ ആണ് ഫോം ചെയ്തേക്കുന്നത്. ഈ ഒരു ഹാമർ കൈൻഡ് പാറ്റേൺ ഇന്ന് അത്യാവശ്യം ബുള്ളിഷ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടിയിരുന്നു. കാരണം നല്ല രീതിയിലുള്ളൊരു ഓളിയൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല 50 ഡേ 20 ഡേ മൂവിങ് ആവറേജിൻ്റെ മേളിലോട്ടൊരു ക്ലോസിങ്ങും കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ ദിവസത്തെ വെച്ച് നോക്കാൻ നേരത്ത്. അപ്പോൾ അത് ഷോർട്ട് ടൈമിൽ ഇൻഡെക്സ് പോസിറ്റീവ് ആണെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് മാത്രമല്ല സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ നോക്കുകയാണെങ്കിലും അവിടെ ഇന്ന് പോസിറ്റീവ് ആയിരുന്നു. ഏകദേശം 0.84% ഒരു റണ്ണപ്പ് നമുക്ക് സ്മോൾ ക്യാപ് ഇൻഡെക്സിൻ്റെ അകത്തും കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതിനെക്കാട്ടി എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, കഴിഞ്ഞ ഒരു 3 ദിവസമായിട്ട് വിക്സ് ഒന്ന് കൂൾ ഓഫ് ചെയ്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ വിക്സ് എന്താ പറയുക, ഒന്ന് തണുത്ത് വരുന്നുണ്ട്. പക്ഷേ വിക്സ് എന്നിട്ടും 20 അല്ലെങ്കിൽ 20 എബോ ആ റേഞ്ചിലൊക്കെ തന്നെയാണ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. ഇന്നത്തെ ഒരു ക്ലോസിംഗ് ലെവൽ വെച്ച് നോക്കിയാൽ പോലും 19.995 നിൽക്കുന്നത്. അപ്പോൾ അത് 20ക്ക് താഴോട്ട് എത്തിയെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. 20 റേഞ്ചിൽ തന്നെയാണ് വിക്സ് അഗെയിൻ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. ഒരു 18 താഴോട്ടൊക്കെ ഉള്ള ഒരു ക്ലോസിംഗ് കിട്ടിയാൽ മാത്രമേ വിക്സ് ഒന്ന് തണുത്തു അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഒരു ട്രെൻഡ് പിടിച്ചു എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. വിക്സ് എത്രയാണ്ട് മേളിലോട്ട് നിൽക്കാൻ നേരത്ത് നമുക്ക് രണ്ട് സൈഡിലോട്ട് മൂവ്മെൻറ്റുകൾ കാണാൻ പറ്റും. ഒരു ദിവസം മേളിലോട്ടായിരിക്കും, അടുത്ത ദിവസം താഴോട്ടായിരിക്കും എന്നുള്ള രീതിയിൽ ഏതൊക്കെ സൈഡിലോട്ട് എങ്ങനെയൊക്കെ ന്യൂസ് ഫ്ലോ വരുന്നോ അതിനൊക്കെ ഒരു അനുസരിച്ചിട്ട് മാർക്കറ്റ് വളരെ വയലൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് നടത്താനായിരിക്കും ഏറ്റവും കൂടുതൽ ചാൻസ് നമുക്ക് കാണുന്നത്. ഇനി മാർക്കറ്റിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡ്, ഇപ്പോൾ ഉള്ളൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ FIIs വളരെ സ്റ്റാഗേർഡ് ആയിട്ട് സ്റ്റെല്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അവർ 4000 5000 കോടിക്കൊക്കെ 2000 കോടിക്കൊക്കെ അവർ സെല്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ FIIയുടെ സെല്ലിംഗ് ആണ് ആക്ച്വലി നമ്മളെ മാർക്കറ്റിനെ ഒരു അപ്സൈഡ് ട്രെൻഡിലോട്ട് കൊണ്ടുപോകാതെ പിടിച്ചു നിർത്തുന്ന ഒരു ഫാക്ടർ. ഈ FIIക്ക് തുല്യമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഏകദേശം അടുത്തൊക്കെ ആയിട്ടൊക്കെ തന്നെ DIs ബൈയിങ് നടത്തുന്നുണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ DIയുടെ മണി എന്താണ്? അത് ഒബ്വിയസ്ലി പബ്ലിക്കിൻ്റെ മണി തന്നെയാണ്. പല മ്യൂച്വൽ ഫണ്ട് വഴിയിട്ടും കാര്യങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ സാധാരണക്കാർ ഇട്ടേക്കുന്ന പൈസ തന്നെയാണ് DIs മാർക്കറ്റിൻ്റെ അകത്തോട്ട് പതുക്കെ ഇൻഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ബുൾ മാർക്കറ്റ് ആണെങ്കിലും അതിൻ്റെ മേളിലോട്ട് കൊണ്ടുപോകുന്നത് ഒരേ ഒരു ഫാക്ടറാണ് ലിക്വിഡിറ്റി. അതായത് പൈസ ഉണ്ടോ, ആൾക്കാരിൽ മേടിക്കാൻ പൈസ ഉണ്ടെങ്കിൽ ആ ബുൾ മാർക്കറ്റ് മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. അത് FII മേടിച്ചാലും ശരി, DI മേടിച്ചാലും ശരി, റീറ്റെയിലർ മേടിച്ചാലും ശരി, ആരെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ടിരുന്നാൽ മതി, ബുൾ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പരിപാടിയാണ് നമുക്ക് ഇപ്പം കാണാൻ പറ്റുന്നത് മാർക്കറ്റിൻ്റെ അകത്ത്. നമ്മുടെ ഇപ്പോൾ FII വിറ്റുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരുപാട് DISും അതേ കണക്ക് തന്നെ റീറ്റെയിലേഴ്സും എല്ലാം തന്നെ കൃത്യമായിട്ട് ബൈങ്ങിലുള്ളതുകൊണ്ട് മാത്രം നമ്മളെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മളങ്ങനെ പറയാറില്ല. സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് FIIക്ക് ആയിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിനാരിയോ അങ്ങനെയല്ല. നമ്മുടെ ഇപ്പോഴത്തെ SIP എമൗണ്ട് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകളിലോട്ട് പോകുന്നത് ഒരു മാസം 20,000 കോടിക്ക് മേലെയാണ്. ഇത് ലൈഫ് ടൈം ഹൈ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇത്ര കണ്ട് വലിയ ഹെവി ആയിട്ടുള്ളൊരു എമൗണ്ട് ഈ രീതിയിലൊക്കെ ഫണ്ടുകളിലോട്ടും കാര്യങ്ങളിലോട്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇനി അതല്ലാതെ ഒരുപാട് പുതിയ റീറ്റെയിലേഴ്സ് മാർക്കറ്റിൻ്റെ അകത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അവർ ഡയറക്റ്റായിട്ട് സ്റ്റോക്കുകൾ മേടിക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ട്രേഡ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യാൻ നേരത്തെല്ലാം തന്നെ ഇവിടെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി റഷ് മാർക്കറ്റിൻ്റെ അകത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി റഷ് കാരണമാണ് നമ്മുടെ മാർക്കറ്റ് സ്റ്റിൽ എന്താ പറയുക ഈ ഒരു ഹയർ റേഞ്ചിൽ തന്നെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇത്ര കണ്ട് FIIയുടെ സെല്ലിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ മാർക്കറ്റ് ഇടിഞ്ഞ് താഴോട്ട് വരണമായിരുന്നു. അങ്ങനെ വരാതെ നിൽക്കുന്നത് ഈ ഒരു ലിക്വിഡിറ്റി റഷ് കൊണ്ടാണ്. ഇനി നമുക്ക് മാർക്കറ്റിൻ്റെ അകത്ത് ഏത് ടൈപ്പ് സ്റ്റോക്കുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് തരുന്നത് നമുക്ക് നോക്കാം. നമ്മൾ എപ്പോഴും ബിസിനസ്സുകൾ അനലൈസ് ചെയ്യാൻ നേരത്ത് 2 ടൈപ്പ് ബിസിനസ്സുകൾ ഉണ്ടെന്നാണ് എപ്പോഴും സംസാരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് അസറ്റ് ഹെവി ആയിട്ടുള്ള ബിസിനസ്സുകളും, രണ്ടെന്ന് പറയുന്നത് അസറ്റ് ലൈറ്റ് ആയിട്ടുള്ള ബിസിനസ്സുകൾ. ഈ അസറ്റ് ഹെവി ആയിട്ടുള്ള ബിസിനസ്സുകളെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് വളരെ ഹൈ ആയിട്ടുള്ള ബിസിനസ്സുകളെയാണ് നമ്മൾ അസറ്റ് ഹെവി ആയിട്ടുള്ള ബിസിനസ്സുകൾ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ടെലികോം ഇൻഡസ്ട്രി ഒരു അസറ്റ് ഹെവി ആയിട്ടുള്ള ബിസിനസ്സാണ്. അവിടെ ഒരു വളരെ വലിയ ക്യാപെക്സ് ഫസ്റ്റ് അവരുടെ ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി വരും. അതായത് ടവറുകൾ വയ്ക്കണം, സാറ്റലൈറ്റ് വിടണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഫസ്റ്റ് ഇനിഷ്യലി ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി വരും. അപ്പോൾ കുറേ പൈസ ആദ്യം അവർക്ക് അവിടെ ബിസിനസ്സിൻ്റെ അകത്തോട്ട് ഇൻഫ്യൂസ് ചെയ്യേണ്ടി വരും. അതിനുശേഷം പതുക്കെ അവരുടെ എന്താ പറയുക കച്ചവടം കൂടുന്നതിനനുസരിച്ച്, സെയിൽസ് കൂടുന്നതിനനുസരിച്ചിട്ട് അവർ ലാഭത്തിലോട്ട് പതുക്കെ വരുന്നതായിരിക്കും. സെയിൽസ് എത്രയാണ്ട് കൂടുന്നോ അതിനനുസരിച്ച് അവരുടെ കോസ്റ്റ് എത്രയാണ്ട് കൂടി വരാറില്ല, മറിച്ച് കോസ്റ്റ് ഫിക്സഡ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഫിക്സഡ് കോസ്റ്റ് ഉള്ള ഒരു ബിസിനസ്സാണ്. മറ്റൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സിനിമ തിയേറ്ററുകൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു പ്രാവശ്യം ഒരു ബിൽഡിംഗ് കെട്ടി തിയേറ്റർ എല്ലാം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തിയേറ്ററിൻ്റെ അകത്ത് പിന്നീട് അവർക്ക് എക്സ്ട്രാ ചിലവുകൾ അതിൻ്റെ അകത്ത്
സെയിം സീറ്റിംഗ് ഫുൾ കപ്പാസിറ്റിയിൽ അവർ ആൾക്കാരെ കയറ്റിയാലും 10 പേരെ കപ്പാസിറ്റിയിലുള്ള ആൾക്കാരെ കയറ്റിയാലും അവരുടെ കോസ്റ്റ് എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ അവരെപ്പോഴും ഫുൾ കപ്പാസിറ്റിയിൽ ആൾക്കാരെ കയറ്റിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു എന്നല്ലാതെ അവർക്ക് അതിൻ്റെ അകത്തോട്ട് എക്സ്ട്രാ പൈസ അവരുടെ കച്ചവടം കൂടുന്നതിനനുസരിച്ചിട്ട് എക്സ്ട്രാ ചിലവുകളായിട്ട് അവർക്ക് വരുന്നില്ല. ഇങ്ങനെയുള്ള ബിസിനസ്സുകളാണ് നമ്മൾ ഫിക്സഡ് അസറ്റ്സ് എന്താ പറയുക ഫിക്സഡ് കോസ്റ്റ് ഹൈ ആയിട്ടുള്ള ബിസിനസ്സുകൾ അല്ലെങ്കിൽ അസറ്റ് ഹെവി ആയിട്ടുള്ള ബിസിനസ്സുകൾ എന്ന് പറയുന്നത്. അതായത് ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വളരെ വലിയ ക്യാപെക്സുകൾ ആവശ്യമായിട്ട് വരും. ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വളരെ ഹ്യൂജ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലുകൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ നമ്മൾ അസറ്റ് ഹെവി ബിസിനസ്സുകൾ എന്ന് പറയും. ഈ ബിസിനസ് എന്ന് പറയുന്നത് അത്ര കണ്ട് നല്ല ബിസിനസ്സുകളായിട്ടല്ല നോർമലി നമ്മൾ മാർക്കറ്റിൻ്റെ അകത്ത് കണക്കാക്കുന്നത്. കാരണം ഇവർ ഒരു ലോ മാർജിൻ പ്ലെയർ ആയിരിക്കും. ഏറ്റവും കൂടുതൽ ഓളി നടക്കുന്ന സമയത്തായിരിക്കും ഇവർക്ക് കുറച്ചൊക്കെ എന്താ പറയുക പ്രൈസിങ് പവർ കിട്ടിയിട്ട് ഇവർക്ക് മാർജിൻസ് കുറച്ചുകൂടെ ഹൈ ലെവലിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നത്. കാരണം ഇവരുടെ കോസ്റ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ സെയിൽസ് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അതിൻ്റെ അകത്ത് പ്രോഫിറ്റിൻ്റെ അകത്ത് ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷേ അതേ സമയത്ത് സെയിൽസ് ഭയങ്കരമായിട്ട് കൂടുകയാണെങ്കിൽ ഇവർക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് നെറ്റ് പ്രോഫിറ്റിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റും. അതിനനുസരിച്ചിട്ട് ഷെയർ പ്രൈസും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇവർ കുറച്ചുകൂടെ സൈക്ലിക്കലാണ്. മറ്റ് ഈ അസറ്റ് ലൈറ്റ് ബിസിനസ് മോഡൽസിനെ അപേക്ഷിച്ച് നോക്കാൻ നേരത്ത് ഇവർ കുറച്ചുകൂടെ സൈക്ലിക്കലാണ്. ഇവരുടെ സൈക്കിൾ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അത് അവരുടെ ക്യാപെക്സ് റിലേറ്റഡ് ആയിട്ടാണ് അവരുടെ സൈക്കിൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ തിയേറ്ററിൻ്റെ എക്സാമ്പിളിലോട്ട് തന്നെ പോകാം. ഒരു തിയേറ്റർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് പതുക്കെ അവർ ആൾക്കാരെ കയറ്റി തുടങ്ങി. ആൾക്കാരെ കയറ്റുന്നതിനനുസരിച്ചിട്ട് സെയിൽസ് കൂടി വന്നുകൊണ്ടിരുന്നു. ഒരു പർട്ടിക്കുലർ ലെവൽ എത്തുമ്പോഴത്തേക്കും അതിൽ കൂടുതൽ ആൾക്കാരെ കയറ്റാൻ പറ്റത്തില്ല. എത്രയാണോ അതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി അത്ര സീറ്റുകളിലോട്ട് മാത്രമേ അവർക്ക് ആൾക്കാരെ കയറ്റാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ആണെങ്കിൽ ഷോയുടെ നമ്പർ ഓഫ് ഷോസ് കാര്യങ്ങളൊക്കെ കൂട്ടാം. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ദിവസത്തിൽ 24 മണിക്കൂറുകൾ 24 മണിക്കൂറിൻ്റെ അകത്ത് കാണിക്കാൻ പറ്റുന്ന ഷോകളൊക്കെ അവർക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അതിലും ആൾക്കാർ വരുന്ന ടൈമിൽ മാത്രമേ അവർക്ക് ഷോ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്തോട്ട് സെയിൽസ് അവർക്ക് കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? പുതുതായിട്ട് ഒരു തിയേറ്ററോടെ തുടങ്ങേണ്ടി വരും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രാഞ്ച് കൂടെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പം പിന്നെയും ഒരുപാട് ക്യാപെക്സ് ചെയ്യേണ്ടി വരും. ഈ ക്യാപെക്സ് ചെയ്യുമ്പോഴത്തേക്കും ഈ കമ്പനി ഇത്രയും നാൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ക്യാപെക്സ് ചെയ്യണം. ക്യാപെക്സ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് പിന്നെയും സെയിൽസ് കൂട്ടാൻ പറ്റുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഇവരുടെ സൈക്കിൾ വർക്ക് ചെയ്യുന്നത്. ഈ ക്യാപെക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയും കാലത്തേക്ക് ഇവർക്ക് ചിലപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് കാഴ്ചവെക്കാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി അവരുടെ ബാക്കിയുള്ള കപ്പാസിറ്റി എല്ലാം 100% യൂട്ടിലൈസ് ആയി കഴിഞ്ഞു. അതൊരു പോയിന്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഗ്രോത്ത് വരുന്നില്ല. പിന്നെ കിട്ടുന്ന പ്രോഫിറ്റ് മൊത്തം ഇവിടെ പുതുതായിട്ടൊരു ഫാക്ടറി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു തിയേറ്റർ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അത് കാരണം തന്നെ അവിടെയും ഒന്ന് ബാലൻസ് ഷീറ്റ് സൈഡിലാണെങ്കിലും വലിയ ക്യാഷ് റിച്ച് കാര്യങ്ങളൊന്നും അപ്പോൾ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതായിരിക്കും ആ ഒരു ക്യാപെക്സ് നടക്കുന്ന സമയത്ത്. ക്യാപെക്സ് ലൈവായി കഴിയുമ്പോഴത്തേക്കും ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവരുടെ സെയിൽസ് കൂടുന്നതായിരിക്കും. അതിനനുസരിച്ചിട്ട് മാർജിൻസ് കാര്യങ്ങളൊക്കെ എക്സ്പാൻഡ് ചെയ്ത് വാല്യൂഷനൊക്കെ എക്സ്പാൻഡ് ചെയ്ത് ആ ഷെയർ പ്രൈസ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയാണ് അസറ്റ് ഹെവി ബിസിനസ്സുകൾ വർക്ക് ചെയ്യുന്നത്. നോർമലി ഇങ്ങനെയുള്ള കമ്പനീസിൽ അപ്പ് സൈക്കിളിൻ്റെ സമയത്ത് മാത്രം നല്ല വാല്യൂഷൻസ് കിട്ടുകയും അല്ലാത്ത സമയത്ത് മോശം വാല്യൂഷൻസ് കിട്ടുകയും ഓവറോൾ നമ്മൾ നോക്കാൻ നേരത്ത് അസറ്റ് ലൈറ്റ് ബിസിനസ് മോഡലുകൾ വെച്ച് നോക്കാൻ നേരത്ത് അവർക്ക് നോർമലി ചെറിയ വാല്യൂഷൻസ് ആണ് കിട്ടാറുള്ളത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസ് ഒക്കെ തന്നെ ഉള്ളതുകൊണ്ട് അവരുടെ റേഷ്യോസും വീക്കായിരിക്കും. റേഷ്യോസ് വീക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ROE ROCE പോലെയുള്ള റേഷ്യോസ് എല്ലാം തന്നെ വീക്കർ റേഷ്യോസ് ആയിരിക്കും നോർമലി കാണുന്നത്. വീക്കർ റേഷ്യോസ് ഇപ്പോൾ ലോ മാർജിൻ ബിസിനസ് ആണെങ്കിൽ നമുക്കറിയാം ലോ മാർജിനും അതേ കണക്ക് അസറ്റ് ടേൺ ഓവറും കുറവാണെങ്കിൽ അതിൻ്റെ ഔട്ട്കം ആയിരിക്കും നമുക്ക് ROEയിലും ROCയിലും ഒക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീക്കർ റേഷ്യോസ് കാരണം തന്നെ ഇവർക്ക് ലോ മാർജിൻസും ആയിരിക്കും കിട്ടുന്നത്. ഇനി അതേ സമയത്ത് നമ്മൾ അസറ്റ് ലൈറ്റ് ബിസിനസ് മോഡലിലോട്ട് പോവുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ ആണ്. കാരണം അവിടെ സെയിൽസ് കൂടുന്നതിനനുസരിച്ചിട്ട് അവരുടെ കോസ്റ്റും കൂടുന്നുണ്ടായിരിക്കും പല കേസുകളിലും. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് പ്രത്യേകിച്ചും സർവീസ് സെക്ടർ ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ രീതിയിൽ കോസ്റ്റ് കൂടുന്നുണ്ടെങ്കിൽ പോലും സെയിൽസ് എന്തെങ്കിലും കാരണം കൊണ്ട് കുറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇവരുടെ കോസ്റ്റും കുറയുന്നതുകൊണ്ട് ഇവരുടെ മാർജിൻസ് ഏകദേശം സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു മാർജിൻസ് ആയിരിക്കും. ഈ രീതിയിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള മാർജിൻസ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ സൈക്ലിക്കാലിറ്റി നേച്ചർ കുറവായിരിക്കും. ഇവരുടെ റേഷ്യോസ് ഒക്കെ കുറച്ചുകൂടെ നല്ല റേഷ്യോസ് ആയിരിക്കും. മാത്രമല്ല റേഷ്യോസ് നല്ലതായതുകൊണ്ട് തന്നെ വാല്യുവേഷൻസ് കൂടുതൽ മാർക്കറ്റ് കൊടുക്കുന്നതായിരിക്കും. ആ രീതിയിലാണ് ഈ ഒരു ബിസിനസ് മോഡൽ അസറ്റ് ലൈറ്റ് ആയിട്ടുള്ള ബിസിനസ് മോഡൽ വർക്ക് ചെയ്തു പോകുന്നത്. അസറ്റ് ലൈറ്റ് ആയിട്ടുള്ള ബിസിനസ് മോഡലിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോം ബേസ്ഡ് ബിസിനസ്സുകൾ, അതല്ലെങ്കിൽ IT സെക്ടറിൻ്റെ അകത്ത് വരുന്ന ബിസിനസ്സുകൾ, സോഫ്റ്റ്വെയർ ബിസിനസ്സുകൾ, ഇതെല്ലാം തന്നെ അസറ്റ് ലൈറ്റ് ആയിട്ടുള്ള ബിസിനസ് മോഡലുകളാണ്. അപ്പോൾ ഈ രീതിയിൽ അസറ്റ് ലൈറ്റ് ആയിട്ടുള്ള ബിസിനസ് മോഡലും അസറ്റ് ഹെവി ആയിട്ടുള്ള ബിസിനസ് മോഡലും നമ്മുടെ മാർക്കറ്റുകളിലെല്ലാം തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൻ്റെ അകത്ത് നടക്കുന്ന ഒരു സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസറ്റ് ഹെവി ആയിട്ടുള്ള ബിസിനസ്സുകളാണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്ത് മേലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ ടൈപ്പ് കമ്പനീസാണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്ത് മേലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ടെലികോം, ഹോസ്പിറ്റൽ, ഹോട്ടൽ, മെറ്റൽസ്, പവർ സെക്ടർ ഇതുപോലുള്ള സെക്ടേഴ്സൊക്കെയാണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്ത്
മേളിലോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അസറ്റ് ഹെവി ആയിട്ടുള്ള ബിസിനസ്സുകളാണ്. ഈ അസറ്റ് ഹെവി ആയിട്ടുള്ള ബിസിനസ്സുകൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും മേളിലോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കാഴ്ചവെക്കാൻ പറ്റുന്നത്? ഓബിയസ്ലി ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൻ്റെ അകത്തുള്ള ഇൻഫ്ലേഷനാണ് അതിൻ്റെ കാരണം. മാർക്കറ്റ് മീൻസ് നമ്മുടെ എക്കണോമിയിലുള്ള ഇൻഫ്ലേഷൻ. അതായത് ഇൻഫ്ലേഷൻ കൂടി നിൽക്കുന്ന സമയത്ത് ഈ കമ്പനീസിന് കൂടുതൽ ഗ്രോത്ത് കാഴ്ചവെക്കാൻ പറ്റുന്നതായിരിക്കും. അതായത് ഇതിനു മുമ്പ് നമ്മൾ മെറ്റൽസിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചൊരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. മെറ്റൽസിൻ്റെ പ്രൈസ് കൂടുമ്പോഴത്തേക്കും എങ്ങനെയാണ് അത് ആ മെറ്റൽസിൻ്റെ പ്രോഫിറ്റബിലിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന്. അതായത് മെറ്റൽസ് എന്ന് പറയുന്ന സാധനം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സ്റ്റീൽ ഉണ്ടാക്കുന്ന ഒരു കമ്പനി, അവർ കഴിഞ്ഞ വർഷം ഒരു 10 ടണ്ണിൻ്റെ സ്റ്റീൽ വിറ്റു, ഈ വർഷം അവർ 12 ടണ്ണിൻ്റെ സ്റ്റീൽ വിറ്റു. അപ്പോഴത്തേക്ക് ആക്ച്വലി അവരുടെ എന്താ പറയുക, വോളിയം ബേസ് ഗ്രോത്ത് എന്ന് പറയുന്നത് 20% ഗ്രോത്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ വർഷം സ്റ്റീലിൻ്റെ വിലയെന്ന് പറയുന്നത് കിലോയ്ക്ക് 100 രൂപയായിരുന്നു. ഇപ്രാവശ്യം സ്റ്റീലിൻ്റെ വിലയെന്ന് പറയുന്നത് കിലോയ്ക്ക് 150 രൂപയായി. അപ്പോൾ ആക്ച്വലി നമ്മൾ കമ്പനിയുടെ സെയിൽസ് എന്ന് എഴുതിയിട്ട് അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് വരാൻ നേരത്ത് അതിൻ്റെ അകത്ത് നമ്മൾ എത്ര ടണ്ണിൽ സ്റ്റീൽ വിറ്റു എന്നല്ല ചോദിച്ചേക്കുന്നത്. അതിൻ്റെ അകത്ത് കാണിക്കുന്ന എന്താണ്, ടൺ ഇൻറ്റു എത്രയാണോ പെർ കെ ജി അവരുടെ പ്രൈസ് വരുന്നത്, അല്ലെങ്കിൽ പെർ ടൺ എത്രയാണോ അവരുടെ ആ ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ പ്രൈസ് വരുന്നത്, അതാണ് അവിടെ സെയിൽസിൻ്റെ അകത്ത് കാണിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, 20% മാത്രമേ വോളിയത്തിൽ ഗ്രോത്ത് വന്നുവെങ്കിൽ പോലും ഇവരുടെ ഗ്രോത്ത് ആക്ച്വലി സെയിൽസിൻ്റെ അകത്ത് കാണിക്കുന്നത് വളരെ വലിയ പെർസെൻറ്റേജിലുള്ള ഗ്രോത്ത് കാണുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഇപ്പം ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ എന്തുകൊണ്ടാണ് പറന്ന് കയറി പോകുന്നത്? കാരണം ഗോൾഡിൻ്റെ പ്രൈസ് കൂടുന്നുണ്ട്. ഗോൾഡ് അവർ കൂടുതൽ ഗോൾഡ് കഴിഞ്ഞ പ്രാവശ്യം എത്ര പവൻ വിറ്റു, അത് ഇപ്രാവശ്യം എത്ര പവൻ വിൽക്കുന്നു ഒരു ഷോറൂമിൽ നിന്ന് എന്നുള്ള റേഷ്യോയിൽ വലിയ രീതിയിലുള്ള ഗ്രോത്ത് കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും ഗോൾഡിൻ്റെ പ്രൈസ് കൂടുന്നതുകൊണ്ട് സെയിൽസ് അവർക്ക് വളരെ ഹ്യൂജ് ആയിട്ടുള്ള സെയിൽസ് കാഴ്ചവെക്കാൻ പറ്റുന്നതായിരിക്കും. അതേ കണക്ക് തന്നെ ഇപ്പം നമ്മൾ ഈ അസറ്റ് ഹെവി ബിസിനസ്സുകളിൽ നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ കൂടുകയാണല്ലോ, അതായത് രാജ്യത്ത് ഓരോ സാധനങ്ങളുടെയും വില കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ കൊടുക്കുന്ന ഒരു മൂല്യത്തിൽ വലിയ ഗ്രോത്ത് ഇല്ലെങ്കിൽ പോലും, ഈ മൂല്യത്തിൽ ഗ്രോത്ത് എല്ലാ കമ്പനിയിലും ഇല്ലെന്നല്ല, മീൻസ് പല കമ്പനികളിലും മൂല്യത്തിലും ഗ്രോത്ത് ഉണ്ട്. പക്ഷേ ആ മൂല്യത്തിൻ്റെ ഗ്രോത്തിനെക്കാട്ടിയും വളരെ വലിയ ഗ്രോത്ത് ഇൻഫ്ലേഷനും കൂടെ ചേർത്ത് അതിൻ്റെ സെയിൽസ് കാണിക്കാൻ നേരത്ത് വലിയ പെർസെൻറ്റേജ് വൈസ് നമ്മൾ നോക്കാൻ നേരത്ത് നല്ല രീതിയിൽ ഗ്രോത്ത് നമുക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഗ്രോത്ത് വരുന്നത് കൊണ്ട് തന്നെ ഇവർ ഓൾറെഡി തന്നെ ക്യാപെക്സ് ഒക്കെ ചെയ്തു വെച്ച് ഇവരുടെ ഫിക്സഡ് കോസ്റ്റുകളെല്ലാം സ്റ്റേബിളായിട്ട് നിൽക്കുന്നതുകൊണ്ടും ഇവർക്ക് എന്ത് പറ്റുന്നു, മാർജിൻസിൻ്റെ അകത്തും ഹെവി ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റുകൾ കാണുന്നുണ്ട്. ഈ മാർജിൻസിൻ്റെ അകത്ത് വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ് ബാക്കിയുള്ള റേഷ്യോസിലും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതേ കണക്ക് തന്നെ കമ്പനീസിന് കൂടുതൽ വാല്യുവേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു സൈക്കിളിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഒരു സെക്ടർ, അല്ലെങ്കിൽ ഇതൊരു സെക്ടർ എന്ന് പറയാൻ പറ്റില്ല, പല സെക്ടറിലുള്ള കമ്പനീസും ഇതേ കണക്ക് അസറ്റ് ഹെവി ആയിട്ടുള്ള ബിസിനസ് മോഡൽ ഫോളോ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അതെല്ലാം തന്നെ ഇപ്പോൾ ഒരു പോസിറ്റീവ് മൊമെൻറ്റത്തിൽ നിൽക്കുന്ന ഇതിൻ്റെ ഏറ്റവും വലിയ ഫാക്ടർ ഈ ഒരു ഹൈ ഇൻഫ്ലേഷനാണ്. നോർമലി നമ്മൾ ഇൻഫ്ലേഷൻ മോശമാണെന്ന് പറയുമെങ്കിൽ പോലും അതായത് ഇന്ത്യയിൽ പോലെ ഗ്രോത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം, ഹെവി ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു അനുഗ്രഹം പോലെയാണ്. കാരണം ഈ ഇൻഫ്ലേഷൻ കാരണം അവർ ചെറിയ ഗ്രോത്ത് കാഴ്ചവെച്ചാൽ പോലും അവർക്ക് വളരെ വലിയ ഗ്രോത്ത് ആയിട്ട് അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉള്ള ഈ ഒരു സൈക്കിൾ ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ടേൺ ആവാനുള്ള ചാൻസും ഉണ്ട്. അതായത് ഇപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ഇൻഫ്ലേഷൻ കൂടുതലായതുകൊണ്ട് കാരണം പല കമ്പനീസും നല്ല രീതിയിൽ തന്നെ സെയിൽസ് പ്രോഫിറ്റൊക്കെ കാണിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനുശേഷം എന്ത് പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു സമയത്ത് ഇവിടെ ഡിമാൻഡ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ അനുസരിച്ചിട്ട് ഇപ്പോൾ ഉള്ള കപ്പാസിറ്റി അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് പറ്റുന്നു, ഈ കമ്പനീസിനെല്ലാം അഗെയിൻ എന്ത് ചെയ്യേണ്ടി വരും, ഫ്രഷ് ആയിട്ട് ക്യാപെക്സുകൾ നടത്തേണ്ടി വരും. നോർമലി ഈ സൈക്കിൾ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യം കമ്പനീസ് ക്യാപെക്സ് നടത്തി അവരെന്ത് ചെയ്യുന്നു, ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. പിന്നീട് അവർ കടങ്ങളെല്ലാം കുറയ്ക്കുന്നു. അതായത് വരുന്ന ക്യാഷ് കൊണ്ട് അവർ കടമൊക്കെ കുറച്ച് അവർ ക്യാഷ് റിച്ച് ആയിട്ടുള്ള കമ്പനി ആയി വരുന്നു. അതിനുശേഷം അടുത്തപ്പോഴത്തേക്കും ഈ ഡിമാൻഡിനനുസരിച്ചിട്ട് സപ്ലൈ ഇല്ലാതെ ആവുന്നു. കമ്പനികളെല്ലാം കൂടെ ഒരുമിച്ച് കയറി ക്യാപെക്സ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. ക്യാപെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എഗെയിൻ അവർ കടം കാര്യങ്ങളൊക്കെ എടുക്കുന്നു. കടം എടുക്കാൻ നേരത്ത് ഓബിയസ്ലി അവരുടെ ബാലൻസ് ഷീറ്റ് വീക്ക് ആവുന്നതായിരിക്കും. അതിനുശേഷം ക്യാപെക്സ് കൊണ്ടുവരുന്നു. ക്യാപെക്സ് കൊണ്ടുവന്ന് ക്യാപെക്സ് ലൈവായി കഴിയുമ്പോഴത്തേക്ക്, ക്യാപെക്സ് കൊണ്ടുവരുന്നവരെ കുഴപ്പമില്ല, പക്ഷേ ക്യാപെക്സ് ലൈവായി പതുക്കെ ഓരോരോ കമ്പനിയായിട്ട് അവർ പുതിയ എല്ലാ കമ്പനികളും ഫാക്ടറികൾ ഒരുമിച്ച് സെറ്റപ്പ് ചെയ്യുന്നു. ആ ഫാക്ടറിയിൽ നിന്നല്ല ഒരു എന്താ പറയുക, മാർക്കറ്റിൻ്റെ അകത്തോട് സപ്ലൈ വരുന്നു. ഈ സപ്ലൈക്ക് അനുസരിച്ചിട്ട് ഡിമാൻഡിന് കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓബിയസ്ലി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇവരുടെ എല്ലാവരുടെയും എന്ത് പറ്റുന്നു, സെയിൽസിൽ ഗ്രോത്ത് വളരെയധികം വരാതെ ആവുന്നു. ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് നടത്തി വെച്ചേക്കുന്ന ക്യാപെക്സുകൾ കാരണം തന്നെ അവരുടെ റേഷ്യോസ് പിന്നെയും മോശമായിട്ട് കാണിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് പതുക്കെ എമർജ് ചെയ്ത് വരും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇൻഫ്ലേഷനോടെ കുറയുകയാണെങ്കിൽ ഈ ഒരു സെക്ടർ പീക്കൗട്ട് ചെയ്തു എന്നൊക്കെ പറയാൻ പറ്റും. പതുക്കെ ഈ കമ്പനീസ് എല്ലാം നല്ല രീതിയിൽ തന്നെ ഇടിഞ്ഞ് താഴോട്ട് വരുന്നതായിരിക്കും. അങ്ങനെയാണ് ഈ ഒരു സൈക്കിൾ വർക്ക് ചെയ്യുന്നത്. ഇത് ബാക്കിയുള്ള സൈക്കിൾ പോലെയുള്ള, ഇത് കുറച്ചൊരു ലോങ് ടൈം സൈക്കിളാണ്. 4-5 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ലോങ് ടൈം സൈക്കിളാണ്. നമ്മളിപ്പോൾ ആ ഒരു സൈക്കിളിൻ്റെ ഒരു മിഡിലാണെന്നാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുക. കാരണം
പല അതുപോലെയുള്ള സെക്ടറുകൾ ഓൾറെഡി റണ്ണപ്പ് ചെയ്ത് നിൽക്കുകയാണ്. പലതും നല്ല നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. പല കമ്പനികളും ഇപ്പോൾ ക്യാപെക്സുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. ക്യാപെക്സുകൾ ഇനി ലൈവായി ക്യാപെക്സുകളുടെ അകത്തുനിന്ന് സപ്ലൈ വന്നതിന് ശേഷം അതിനനുസരിച്ച് ഡിമാൻഡ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയാൽ മാത്രമേ ഈ ഒരു സൈക്കിൾ പീക്കൗട്ട് ആയോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. എനിവേ കറണ്ട് ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സൈക്കിളിൻ്റെ ഒരു മിഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കമ്പനീസ് നമ്മൾ വളരെ ലോങ് ടൈമിലത്തേക്ക് ചിലപ്പോൾ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് തന്നില്ലെങ്കിൽ പോലും ഈ നിയർ ടൈമിൽ നമ്മൾ നോക്കാൻ നേരത്തെ ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്കറ്റിൻ്റെ അകത്ത് റിട്ടേൺസ് കിട്ടാൻ പോകുന്നത് ഇതുപോലെയുള്ള കമ്പനീസിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കും. ഇങ്ങനെയുള്ള കമ്പനീസ് എസ്പെഷ്യലി ഹോട്ടൽസ്, ഹോസ്പിറ്റൽസ്, ഇതുപോലെയുള്ള സെക്ടേഴ്സൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. ഇതെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കസ് ചെയ്യുന്ന കമ്പനീസാണ്. ഇതിൻ്റെ അകത്തെല്ലാം തന്നെ ഈ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് വരുന്നതിന് ഇതൊരു ഫാക്ടറാണ്. മറ്റ് പല ഫാക്ടേഴ്സും ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പോലും ഇതാണ് അതിൻ്റെ ബേസിക്കലി ഉള്ള ഒരു ലോങ് ടൈം ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി ഇതൊരു ലെവറേജ്ഡ് ഇൻഡസ്ട്രി കൂടെയാണ്. നോർമലി ഇതുപോലുള്ള ഒരു സൈക്ലിക്കൽ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു ക്യാപെക്സ് നടത്തുന്ന സമയത്ത് ഹ്യൂജ് ആയിട്ടുള്ള കടങ്ങൾ കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും. ഈ കടം എടുത്തതിന് ശേഷമാണ് ഈ ക്യാപെക്സുകൾ നടത്തുന്നത്. കാരണം ഇത്ര കണ്ട് വലിയ ഹെവി ആയിട്ടുള്ള ക്യാപെക്സ് നടത്താൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ തന്നെ അവർക്ക് മൊത്തത്തിൽ അത് ഫിനാൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് പലതും ചിലതൊക്കെ എന്താ പറയുക സെക്ടർ വൈസും കൂടെ നിങ്ങൾ നോക്കണം. ഇപ്പോൾ പവർ സെക്ടറൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഡിമാൻഡ് സൈക്കിൾ എന്ന് പറയുന്നത് തന്നെ ഏകദേശം 10-15 വർഷം കൂടുമ്പോഴാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സൈക്കിളിൻ്റെ കൂടെ ഈ സൈക്കിളും കൂടെ 2 സൈക്കിളും കൂടെ കോറിലേറ്റ് ചെയ്തൊക്കെ വന്നിട്ടാണ് ഇപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് റിട്ടേൺസ് പല സ്റ്റോക്കുകളിലും കാണാൻ പറ്റുന്നത്. ഈ ടൈപ്പിലുള്ള സ്റ്റോക്കുകളുടെ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള വാല്യൂ റീറേറ്റിംഗ് സംഭവിക്കാൻ നേരത്ത് അല്ലെങ്കിൽ ഡി റേറ്റിംഗ് സംഭവിക്കാൻ നേരത്ത് ഈ സ്റ്റോക്കുകൾ ഇടിഞ്ഞ് താഴോട്ട് വരികയും നിങ്ങൾ ഈ സ്റ്റോക്കിൻ്റെ അകത്ത് നല്ല കമ്പനിയാണെന്നുള്ള രീതിയിൽ ഇതിനകത്ത് എഗെയിൻ ഹോൾഡ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ വളരെയധികം താഴത്തെ ലെവലിലോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ചാൻസ് വരുത്തുന്നതായിരിക്കും. നോർമലി നമ്മളിപ്പോൾ US നോക്കുകയാണെങ്കിൽ അവിടെയുള്ള മാമത്ത് കമ്പനീസ് ആയിട്ടുള്ള ഇപ്പോൾ ആൽഫബറ്റ് ആയാലും ആപ്പിൾ ആയാലും ഇതുപോലെയുള്ള കമ്പനീസ് വെച്ചിട്ട് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഏഷ്യൻ പെയിൻറ്റ് അതല്ലെങ്കിൽ പിഡിലൈറ്റ് ഇതുപോലുള്ള കമ്പനീസിൻ്റെ ഒക്കെ ആയിട്ട് വാല്യുവേഷൻസ് ഒന്ന് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. രണ്ടിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എന്താ പറയുക ഒരു സ്ലോ ഗ്രോവർ അല്ലെങ്കിൽ സ്റ്റോൾവേർഡ് കാറ്റഗറിയിലോട്ട് പോയിട്ടുള്ള കമ്പനീസാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ കമ്പനീസിന് US ഉള്ള കമ്പനീസിന് അത്ര കണ്ട് വാല്യുവേഷൻ കിട്ടുന്നില്ല. പക്ഷേ ഇന്ത്യക്കകത്തുള്ള കമ്പനീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 100ൻ്റെ PE അല്ലെങ്കിൽ 80യുടെ PE 60യുടെ PE ഈ ഒരു ടൈപ്പ് PEയിലൊക്കെയാണ് ഈ കമ്പനീസ് എല്ലാം തന്നെ സസ്റ്റെയിൻ ചെയ്ത് പോകുന്നത്. നമ്മൾ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നോർമലൈസ്ഡ് ആയിട്ടുള്ളൊരു PE ആയിട്ടാണ് നമ്മളിതിനെ മനസ്സിൽ കാണുന്നത്. ഇതൊക്കെ നോർമലാണ്, ഇന്ത്യൻ മാർക്കറ്റിനകത്ത് ലാർജ് ക്യാപ്പ് കമ്പനീസിന് ഇത്രയൊക്കെ PE കിട്ടാറുണ്ട് എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അതങ്ങനെയല്ല. ഓരോ സൈക്കിളിൻ്റെയും എവിടെ വെച്ച് നമ്മൾ നോക്കുന്നതെന്നനുസരിച്ചിരിക്കും. ബുൾ മാർക്കറ്റിൻ്റെ ടോപ്പിലോട്ട് വെച്ച് നോക്കാൻ നേരത്ത് നല്ല രീതിയിലുള്ള വാല്യുവേഷൻസ് കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നും. ബുൾ മാർക്കറ്റിൻ്റെ ബോട്ടത്തിലോട്ട് വെച്ച് നോക്കാൻ നേരത്ത് അത്ര കണ്ട് നല്ല വാല്യുവേഷൻസ് കിട്ടത്തില്ല എന്ന് നമുക്ക് തോന്നുന്നതായിരിക്കും. ഇതെല്ലാം തന്നെ സൈക്കിൾ ടു സൈക്കിൾ ഡിപ്പെൻഡ് ആയിരിക്കും. പിന്നെ മാത്രമല്ല മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഇല്ലിക്വിഡിറ്റിയാണ്. ഇപ്പോൾ ബാക്കിയുള്ള മാർക്കറ്റുകളെന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ട് ലിക്വിഡ് ആയിട്ടുള്ള മെച്ചോർഡ് ആയിട്ടുള്ള മാർക്കറ്റുകളാണ്. ഇപ്പോൾ US ആയാലും ചൈന ആയാലും ഇതൊക്കെ തന്നെ മെച്ചോർഡ് ആയിട്ടുള്ള മാർക്കറ്റുകളാണ്. ഇന്ത്യൻ മാർക്കറ്റ് അത്ര കണ്ട് മെച്ചോർഡ് അല്ലാത്തതുകൊണ്ട് ഇവിടെയുള്ള ഈ ഒരു ഇല്ലിക്വിഡിറ്റിയുടെ പ്രോബ്ലം കൊണ്ടുമൊക്കെ തന്നെ നമുക്ക് ഇതേ കണക്ക് സ്റ്റോക്കുകളുടെ ഹെവി ആയിട്ടുള്ള PE കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതും ഒരു റീസണാണ്. പിന്നെ മാത്രമല്ല നമ്മളിപ്പോൾ SME സെക്ടറിലുള്ള കമ്പനീസ് നോക്കുക. SME സെക്ടറിൻ്റെ അകത്ത് ഇപ്പോൾ 60യുടെ PE എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിന് ജസ്റ്റിഫൈ ചെയ്യാണ്ട് കൊടുക്കുന്ന റീസൺ ആ കമ്പനി 50% ഗ്രോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ 30% ഗ്രോ ചെയ്യുന്നുണ്ട്, 40% ഗ്രോ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഈ കമ്പനീസ് ഈ SME സെക്ടറിൻ്റെ അകത്തുള്ള കമ്പനീസിൽ 99% കമ്പനീസും പൂട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഈ ഒരു ഫ്രണ്ട്സിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ ഒരു ലിക്വിഡിറ്റി റഷിൻ്റെ അകത്ത് കുറേയൊക്കെ പെർഫോമൻസ് കാഴ്ചവെച്ച് നിൽക്കുന്ന കമ്പനീസിനാണ് ഇതിൻ്റെ അകത്തുള്ള 99% കമ്പനീസ്. 1% കമ്പനീസൊക്കെ മാത്രമേ ഇതിൻ്റെ അകത്തുനിന്ന് സസ്റ്റെയിൻ ചെയ്ത് മേലിലോട്ട് കയറി വരത്തുള്ളൂ. ഇപ്പോൾ ഒരു 100 കമ്പനി ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊരു 10 കമ്പനി മാത്രമേ അവർ SMEന്ന് മെയിൻ ബോർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യത്തുള്ളൂ. മെയിൻ ബോർഡിൽ നിന്ന് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 10% കമ്പനീസ് മാത്രമേ സസ്റ്റെയിൻ ചെയ്ത റണ്ണപ്പ് കാഴ്ചവെച്ച് മേലിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ SME പോലുള്ള സെക്ടറിൻ്റെ അകത്തൊക്കെ ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് തോന്നും. പക്ഷേ ആക്ച്വലി മാർക്കറ്റിൻ്റെ സൈക്കിൾ ടേൺ ആയി കഴിയുമ്പോഴത്തേക്ക് മാത്രമേ അതൊക്കെ എന്ത് മണ്ട തീരുമാനങ്ങളായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് മെയിൻലി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. ബാക്കി നിങ്ങളുടെ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടും അതല്ലെങ്കിൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വയറീസും തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നായിട്ട് നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നായിട്ടല്ലേ എല്ലാത്തിനുള്ള മറുപടി തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, എനിവേ വീഡിയോ ലൈക്ക് ചെയ്യുന്നവരെ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ബാക്കി നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്, ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.